ഹലോ ഗൈസ്, ഒരു റീല് കണ്ടപ്പോഴത്തേക്ക് ഒരു തഞ്ചാവൂർ പോയി വീട് അവിടെ വരെ ഒറ്റക്ക് പോകാൻ കുറച്ച് ഷോകളോട് ഞാൻ തോമാച്ചനെ വിളിച്ചു. പറഞ്ഞു തീർന്നില്ലായിരുന്നു മച്ചൻ ബാഗായിട്ട് വന്നേക്കണം. അങ്ങനെ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ട്രെയിൻ കയറി. അവിടെ ചെന്നിട്ട് നേരെ തഞ്ചാവൂർക്ക് ടിക്കറ്റ് എടുത്തു. വെറും 150 രൂപ. ഗൈസ്, ഇതാണ് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ. കറക്റ്റ് 10:30 എറണാകുളത്ത് നിർത്തി. ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അണ്ണാച്ചിമാരെ സൗണ്ട് ഇട്ട് എണീറ്റപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ. ഇതൊന്നും അറിയാണ്ട് ഇവനാണെങ്കിൽ ഒടുക്ക തുറക്കും. പോകുന്ന റൂട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര അടിപൊളി. ഏകദേശം എത്താറായപ്പോഴത്തേക്കും ഞാൻ അവനെ വിളിച്ച് എണീപ്പിച്ചു. കറക്റ്റ് ഒരു 9 മണിക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ തഞ്ചാവൂർ സ്റ്റേഷനിൽ. ഇവിടെ തന്നെ നമുക്ക് ഫ്രഷ് ആവാനായിട്ട് IRCTയുടെ സെറ്റപ്പ് 200 തൊട്ട് നമുക്ക് റൂംസ് അവൈലബിൾ. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പോയി 2 മസാല ദോശയും കഴിച്ചിട്ട് പെരിയാവൂരിലേക്ക് ഓട്ടോ പിടിച്ചു. വന്നിറങ്ങി കണ്ടപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര എക്സൈറ്റഡ്. ഈ ഒരു ഫ്രെയിം കണ്ടപ്പോഴത്തേക്ക് എന്റെ സകല കിളി പിന്നെ ഒരു ആർക്കിടെക്ചറാന്ന് നോക്കി. ഞാൻ നേരെ കോവിലകത്തൊരു പ്രാർത്ഥിച്ചിട്ട് നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക്. ഗൈസ്, വേറെ സംഭവം എന്ന് വെച്ചാൽ 12 വർഷം എടുത്തത് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. ഈ ചെയ്യാനാണെങ്കിൽ നമുക്ക് പാലസിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു. കയ്യിൽ ഒരു 50 രൂപയും നേരെ പാലസിലേക്ക് ഓട്ടോ. നേരെ പോയി എന്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പാലസിന്റെ അകത്തേക്ക്. ഇതിന്റെ അകത്തുള്ള ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് കയറുമ്പോഴത്തേക്ക് നമ്മൾ 5 രൂപ ടിക്കറ്റ് എടുക്കും. ഇവിടെ നമുക്ക് രാജാവ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും കാണാം. ഇവിടെ വന്നിട്ട് എല്ലാവരും മിസ്സാക്കുന്ന ഒരു സലോണിട്ടാണ്. തോമാച്ചിന് വരാൻ പേടിയാണ് ഞാൻ ഒറ്റക്കാരന്റെ അകത്തേക്ക്. ഗൈസ്, ഇതാണ് നമ്മുടെ പാലസിന്റെ ഫ്രണ്ട്. 12th സെഞ്ചുറിയിലെ പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീണ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്. ഇത് ഫുൾ ഇവരെ ഹാൻഡ് മെയിലാണ് ചെയ്യുന്നത്. 30,000 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്. എന്റെ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ മാരിയം കോവിലേക്ക് വണ്ടി. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും. അങ്ങനെ കോവിലകത്തൊരു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വണ്ടി. ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക്. ഗൈസ്, നമുക്ക് വന്ന ട്രെയിൻ തന്നെയാണോ തിരിച്ചു പോകും. എന്തോ ഭാഗത്തിന് എനിക്ക് സീറ്റ് ഇടി. പാവം തോമാച്ചാണെങ്കിൽ ഫുള്ള് നിപ്പ് തന്നെ. 8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ എറണാകുളത്ത്. നല്ല ടയർഡായതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, ബൈ.